ഹായ് ഹലോ വെൽക്കം ബാക്ക് അവർ ചാനൽ. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ Q&A ആണ്. ഒരു മാസം മുമ്പ് ഞാനൊരു പോസ്റ്റ് ഇട്ടുണ്ടായി. അപ്പം അന്ന് ചോദിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ആദ്യമായിട്ടാണ് ഒരു Q&A പോസ്റ്റ് ഇടുന്നത്. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കുറച്ച് പേർക്കെങ്കിലും എന്നെ കുറിച്ച് അറിയാനൊരു ആഗ്രഹം ഉണ്ടായല്ല. അപ്പം കുറച്ച് ക്വസ്റ്റ്യൻസേ വന്നിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അത്രയും വരുമെന്നുള്ളത്. എനിക്ക് ഭയങ്കര ഭയങ്കര സന്തോഷം. നിങ്ങൾ തരുന്ന ഓരോ സപ്പോർട്ടിനും എനിക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇതുവരെ എത്തുമെന്നുള്ളത് ഒട്ടും പ്രതീക്ഷിച്ചില്ല. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ടാണ് എനിക്കിന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ പറ്റിയത്. ഓരോരുത്തരുടെ വീഡിയോ കാണുമ്പോൾ ഞാനും കൊതിച്ചിട്ടുണ്ട്. എൻ്റെ അടുത്തെങ്കിലും എന്നോടും ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചിരുന്നെങ്കിൽ എനിക്ക് ഇതുപോലൊരു Q&A സെക്ഷൻ ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ വീഡിയോ ചെയ്യണ മെയിൻ സ്പോട്ട്. അപ്പം ഇവിടെ ഇരുന്ന് തന്നെ Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. വേറെ ഒന്നുമല്ല, നമുക്ക് കറക്റ്റ് ലൈറ്റിങ്ങും ഒരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യണതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. അപ്പം ഇവിടെ തന്നെ ഇരുന്ന് Q&A ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഇത് നമ്മുടെ പ്ലേ ബട്ടൺ കിട്ടിയപ്പോഴൊക്കെ എനിക്ക് വീഡിയോ ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായില്ല. ചെറിയൊരു ഷോട്ട് മാത്രം ചെയ്തിട്ടുണ്ടായുള്ളൂ. അപ്പം ഇതും ഒന്നിരിക്കട്ടെ എന്ന് വിചാരിച്ച് എല്ലാവരും കാണട്ടെ. നിങ്ങളുടെ സമ്മാനമാണിത്. ഓക്കെ, അപ്പം നമുക്ക് ചോദ്യത്തിലോട്ട് പോവാം. നമ്മുടെ Q&A പോസ്റ്റിന്റെ താഴെ ഏറ്റവും കൂടുതൽ ചോദ്യം വന്നത് എൻ്റെ പേരെന്താണ്, ചേച്ചി കല്യാണം കഴിച്ചതാണോ, മക്കളുണ്ടോ, എവിടാണ്, നാട് എവിടെയാണ്, മലയാളിയാണോ. ഇപ്പം നോർമലി ഞാൻ മലയാളിയാണ്, കേരളത്തിലാണെന്ന് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. പിന്നെ Q&Aയുടെ പോസ്റ്റിന് താഴെയല്ല, മിക്ക വീഡിയോസിൻ്റെയും താഴെ കമന്റ് വരാറുണ്ട്, പേരൊന്ന് പറയോ പ്ലീസ്. അപ്പം ഞാൻ റിപ്ലൈ തരാതിരുന്ന വേറൊന്നും കൊണ്ടല്ല. Q&A ചെയ്യുമ്പോൾ അത് പറയാലോ. അപ്പം നിങ്ങളെല്ലാവരും ആ വീഡിയോ കാണുമല്ലോ. കമന്റിൽ കൂടെ തന്നെ ഞാൻ മറുപടി തന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് കൊണ്ട് പ്രയോജനമില്ലാണ്ടായിപ്പോ. അപ്പം ഇന്ന് ഞാൻ പറയാം, എല്ലാ വിവരങ്ങളും ഞാൻ ഇന്ന് പറയാം. എൻ്റെ പേര് ഉണ്ണിമായ എന്നാണ്. എൻ്റെ നാട് വരുന്നത് തിരുവനന്തപുരത്ത്. ഞാൻ ജനിച്ചു വളർന്നതാണ് തിരുവനന്തപുരത്ത്. ഞാൻ പഠിച്ചത് എറണാകുളത്താണ്. എന്നെ കല്യാണം കഴിച്ചു വിട്ടത് പത്തനംതിട്ടയാണ്. അപ്പം മനസ്സിലായില്ലേ, ഞാൻ കല്യാണം കഴിഞ്ഞതാണ്. എൻ്റെ ഹസ്ബൻഡിൻ്റെ പേര് ജോസ് സാമുവൽ. ചാച്ചിയുടെ നാട്, ഹസ്ബൻഡിന് ചാച്ചി എന്നാണ് വിളിക്കുന്നത്. ചാച്ചിയുടെ നാട് പത്തനംതിട്ട. അങ്ങോട്ടാണ് കല്യാണം കഴിച്ചു വിട്ടത്. പിന്നെ ഞാൻ പഠിച്ചത് എറണാകുളത്താണെന്ന് പറഞ്ഞാൽ കല്യാണം കഴിച്ചത് പത്തനംതിട്ടയാണെന്ന് പറഞ്ഞ്. പിന്നെ എനിക്ക് 2 മക്കളുണ്ട്. ഒരാൾ ജിനു മരിയ ജോസ്. അവളെ ഞാൻ കിങ്ങിണി എന്നാണ് വിളിക്കാറ്. അപ്പം കിങ്ങിണി എന്ന് ഞാൻ ഇനി അങ്ങോട്ട് പറയുള്ളേ. അപ്പം കിങ്ങിണി പഠിക്കുന്നത് +2. രണ്ടാമത്തെ ആള് നെഹമ്യ ജോസ്. അവനെ വിളിക്കുന്നത് ടുട്ടു എന്നാണ്. അപ്പം ഞാൻ ഇനി അങ്ങോട്ട് പറയുമ്പോൾ ടുട്ടു എന്നേ പറയുള്ളൂ. ടുട്ടു 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ചാച്ചി ഡ്രൈവറാണ്. ഓക്കെ, ഞങ്ങൾ 4 പേര് ഇപ്പം താമസിക്കുന്നത് എറണാകുളത്താണ്. ബെലായല്ല. ഇനി ചോദിച്ചിട്ടുള്ളത് എൻ്റെ പാരൻസ്. അപ്പം അവിടെ ഇപ്പോൾ നിലവിൽ എൻ്റെ അപ്പം മാത്രമേ ഉള്ളൂ, അച്ഛൻ മാത്രമേ ഉള്ളൂ. പിന്നെ എനിക്ക് സഹോദരങ്ങളുണ്ട്, ഒരു ചേട്ടനുണ്ട്, ഒരു അനിയനുണ്ട്. ചേട്ടൻ കല്യാണം കഴിഞ്ഞ് 2 മക്കളുണ്ട്. അനിയൻ കല്യാണം കഴിഞ്ഞ ഒരു മോളുണ്ട്. പിന്നെ അച്ഛൻ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോഴത്തേക്കും അമ്മ ഞങ്ങളെ ഉപേക്ഷിച്ച് പോയതാണ്. പിന്നെ അച്ഛനാണ് ഞങ്ങളെ വളർത്തിയത്. അങ്ങനെയാണ് ഞാൻ 8ാം ക്ലാസ്സിൽ ഞാനിവിടെ എറണാകുളത്തേക്ക്, ഞാനൊരു കോൺവെന്റിൽ നിന്നാണ് പഠിച്ചത്, അങ്ങോട്ട് വരുന്നത്. പിന്നെ അമ്മ ജീവിച്ചിരിപ്പുണ്ടെന്നറിയാം, എവിടെയാണ് എന്താണെന്നുള്ള ഡീറ്റെയിൽ ഒന്നും അറിയാൻ വയ്യ. ഞങ്ങളാരും അങ്ങനെ അന്വേഷിക്കാറുമില്ല, ഞങ്ങളെ അന്വേഷിക്കാറില്ല. അപ്പം നിലവിലിപ്പം അച്ഛൻ എവിടെയുണ്ട്, അച്ഛൻ ഡ്രൈവറാണ്, അച്ഛനും ഡ്രൈവറാണ്, ഹാപ്പി ആയിട്ടിരിക്കുന്നു. പിന്നെ ഇനി പത്തനംതിട്ടയിലോട്ട് വരുമ്പോൾ അവിടെ അവിടെ പുള്ളിയുടെ, ഞാൻ കല്യാണം കഴിഞ്ഞ് വരുമ്പോൾ അപ്പൻ അമ്മ ചേട്ടന്മാർ ഒക്കെ ഉണ്ടായി. ഇപ്പം ഞങ്ങളുടെ ഞങ്ങളുടെ അപ്പച്ചൻ മരിച്ചു പോയിട്ട് ഈ ഓഗസ്റ്റ് 13ാം തീയതി ആകുമ്പോൾ 1 വർഷമാവുകയാണ്. 1 വർഷത്തിൻ്റെ പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ നടക്കാൻ പോവാണ്. ഇപ്പം നിലവിലെ കുടുംബത്ത് അമ്മ മാത്രമേ ഉള്ളൂ. പിന്നെ ചേട്ടന്മാരുണ്ട്, അവരുടെ ഭാര്യമാരുണ്ട്, അവരെ മക്കളുണ്ട്. ഞാൻ ഈ നോക്കണത്, ഞാൻ ഈ വീഡിയോ എടുക്കണതിൻ്റെ നേരെ ഫ്രണ്ട് റോഡാണേ. ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം. ഇപ്പോൾ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും. അപ്പോൾ കറക്റ്റ് നല്ല ലൈറ്റ് പ്രകാശമൊക്കെ കിട്ടി, നല്ല ഒരു ക്ലാരിറ്റി കൂടുതൽ എനിക്ക് ഈ ഭാഗത്തു നിന്ന് വീഡിയോ എടുക്കുമ്പോഴാണ് കിട്ടാറ്. ഇനി അടുത്ത ചോദ്യം, എൻ്റെ ഏജ്. ഇപ്പം മക്കളെയൊക്കെ പറ്റി പറഞ്ഞപ്പം ഏറെക്കുറെ ഒരു ഊഹിക്കാമല്ലോ നിങ്ങൾക്ക് എനിക്ക് എത്ര ഏജ് ആയിട്ടുണ്ടാവുന്നു. ഞാനത് അങ്ങോട്ട് കറക്റ്റ് പറയണില്ല. നിങ്ങൾക്കൊരു ഊഹം ഇത്ര ആയിരിക്കാം എന്ന് തോന്നുവാണെങ്കിൽ അതൊരു കമന്റ് ചെയ്യുമ്പോൾ ഇട്ടോളൂ. ഒരു ഊഹാപോഹത്തിൽ എൻ്റെ ഏജ് ഇതായിരിക്കും. അപ്പം കറക്റ്റ് ആണെങ്കിൽ ഞാൻ അതിന് റിപ്ലൈ തരാം.
പിന്നെ ചോദിച്ചിട്ടുണ്ട് എന്തിനാണ് നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയെന്ന്. സത്യം പറഞ്ഞാൽ എന്തിനാ തുടങ്ങിയെന്ന് വെച്ചാൽ ആദ്യം യൂട്യൂബിനെ പറ്റി വലിയ ധാരണയൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഈ നമ്മൾ കൊറോണ സമയത്ത് മിക്കവാറും ഭൂരിഭാഗം എല്ലാവരും കൊറോണ ടൈമിലാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുള്ളത്. ഈ ടുട്ടൂനും കിങ്ങിണിക്കും വേണ്ടിയിട്ടാണ് ആദ്യം യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അപ്പം നമ്മൾ മെയിൻ പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളെ കയ്യിൽ ഇവരുടെ കുഞ്ഞിലുള്ള ഫോട്ടോസ് വീഡിയോസ് എല്ലാം കയ്യിൽ നിന്ന് പോവും. കാര്യം മെമ്മറി കാർഡ് വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അതിപ്പോൾ നിലവിൽ ഇപ്പോഴും മെമ്മറി കാർഡോ പെൻഡ്രൈവോ ഒന്നും വാങ്ങിച്ച ഒരു സംഭവം സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അപ്പം ആ സമയത്ത് ഞങ്ങൾക്ക് തോന്നിയൊരു ഐഡിയയാണ് കയ്യിലുള്ള നല്ലൊരു ഫോട്ടോ ആണെങ്കിലും വീഡിയോ ആണെങ്കിലും ഒന്നേ ഫേസ്ബുക്കിൽ ഇടുക, പിന്നെ യൂട്യൂബിനെ കുറിച്ച് കേട്ടപ്പോഴത്തേക്ക് യൂട്യൂബിലോട്ട് ഇടുക. അപ്പം ഇവർ ആ സമയത്ത് ഓരോ സാധനങ്ങൾ ഉണ്ടാക്കാനും ക്രാഫ്റ്റ് ചെയ്യാനും ഒക്കെ ഇരിക്കുമ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഇങ്ങനെ അത് കൊള്ളാമല്ല എന്ന് ഇവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിപ്പിച്ചിട്ട് അത് പോസ്റ്റ് ചെയ്യും. നമുക്ക് പിന്നെ ഒരു സമയത്ത് കാണാമല്ലോ, അതൊരു മെമ്മറി ആയിട്ട് ഇരിക്കുമല്ലോ എന്ന് വിചാരിച്ച് അങ്ങനെ ചെയ്യിപ്പിച്ചിട്ട് തുടങ്ങിയതാണ് യൂട്യൂബ്. അത് നമ്മൾ സ്ഥിരം വീഡിയോസ് ഇടുവോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. അല്ലാതെ ഇതിടുമല്ലോ. പിന്നെ ഈ കുറച്ച് പേര് ഇപ്പോൾ ഒരു 100 പേര് കണ്ടാൽ തന്നെ 100 പേര് കണ്ടു, അയ്യോ ഞങ്ങളുടെ വീഡിയോ ഇതേട്ട് 100 പേര് കണ്ടു, അത് ഭയങ്കര സന്തോഷമായിരുന്നു ആദ്യ സമയത്ത്. അപ്പൊ അതൊന്നും ഒരു സംഭവമല്ലെന്ന് മുന്നോട്ട് സംഭവമാണ്. നമ്മളൊരു വീഡിയോ ഇടുമ്പോൾ നമ്മുടെ വീഡിയോ ഒരു 100 പേരിൽ നിന്ന് കാണുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, 100 പേര് ഒന്നിച്ച് നിൽക്കണ അത്രയും ആൾക്കാർ കാണണേ. അപ്പം അങ്ങനെ പിന്നെ കുറച്ചധികം നാള് ഒരു വർഷമൊക്കെ ഏറെക്കുറെ മുന്നോട്ട് പോയപ്പോഴാണ് വിചാരിച്ചത് യൂട്യൂബിൽ എല്ലാവരും ഡാൻസ് വീഡിയോ ചെയ്തിടുന്നുണ്ടല്ലോ, അപ്പം അങ്ങനെ ചെയ്ത് നോക്കാം, പിള്ളേരെ കൊണ്ട് ചെയ്യിപ്പിച്ച് നോക്കാം, അങ്ങനെ ഉള്ള രീതിയിലോട്ട് വന്നു. അങ്ങനെ പിന്നെ പിള്ളേരെ കൊണ്ട് ഡാൻസ് വീഡിയോ ചെയ്യിപ്പിക്കാൻ തുടങ്ങി. പിന്നെ ഞാനും വീഡിയോയിലോട്ട് മുന്നോട്ട് വന്നു. നമ്മൾ ഓരോ വീഡിയോ നല്ല എടുത്ത് ഇടാൻ തുടങ്ങി, അടുപ്പിച്ചടുപ്പിച്ച് കറക്റ്റായിട്ട് ഓരോ ദിവസം ഇടാൻ തുടങ്ങിയപ്പോഴത്തേക്കും നമുക്ക് വ്യൂസ് കൂടി കൂടി പതുക്കെ 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 കൂടി വന്നു. അപ്പം ആദ്യമൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 സബ്സ്ക്രൈബർ ആയാൽ തന്നെ ആവോ നമുക്കൊക്കെ 100 സബ്സ്ക്രൈബർ കിട്ടുമോ, അങ്ങനെ ഒരു ചിന്തയായിരുന്നു. അപ്പൊ 100 ആയപ്പോഴത്തേക്ക് 100 കിട്ടിയല്ല, അപ്പൊ പിന്നെ ഇനി പതുക്കെ 1000 കിട്ടുമായിരിക്കും. അപ്പൊ പിന്നെ ആ ഒരു ത്വരയിലോട്ട് പോയി. അങ്ങനെ പിന്നെ വീഡിയോ ഇട്ടാണ് യൂട്യൂബ് ഇതുവരെ എത്തിയത്. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ എത്ര ഏറെക്കുറെ ഒരു 5 വർഷം ആവും തോന്നുന്നുണ്ട്. അങ്ങനെ ഇപ്പൊ നിലവില് ഭയങ്കര സീരിയസ് ആയിട്ട് കാണുന്ന സംഭവമാണ് അത്. ഞാൻ ഈ കാണുന്ന എല്ലാവരോടും പറയണം, നമുക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ തുടങ്ങിയിരിക്കണം. ആദ്യം നമുക്ക് വ്യൂസ് കിട്ടൂല, ചിലപ്പോൾ 50 വ്യൂസിൽ വന്ന് നിൽക്കും, 100 വ്യൂസിൽ വന്ന് നിൽക്കും. അതൊന്നും ഒരു നാണക്കേട് വിചാരിക്കരുത്. അപ്പൊ ചിലപ്പോൾ നമ്മൾ അറിയാന്നുള്ളവർ തന്നെ നമ്മുടെ അടുത്ത് പറയും, വെറുതെ എന്തിനിങ്ങനെ വീഡിയോ ഇടുന്നത്, വ്യൂസും ഇല്ല ഒന്നുമില്ല. നമ്മളത് കണ്ടിന്യൂസ് ചെയ്തുകൊണ്ടിരിക്കുക, ഉള്ള സമയത്ത് ചെറിയ വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുക. നമുക്ക് അതിൻ്റെ ഒരു ഗുണം നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. അങ്ങനെ ഇപ്പം യൂട്യൂബ് ചാനല് എനിക്കൊരു ജോലി പോലെ ഞാനെന്ത് ചെയ്യും, രാവിലെ ചാച്ചി ജോലിക്ക് പോയി കഴിഞ്ഞാൽ, അതായത് വണ്ടി ഓടാൻ പോയി കഴിയുമ്പോഴത്തേക്കും ഞാൻ പിന്നെ രാവിലെ പിള്ളേർ സ്കൂളിൽ പോയി കഴിഞ്ഞ് എഡിറ്റിങ് കാര്യങ്ങൾ വീഡിയോ എടുക്കൽ എല്ലാ ദിവസവും മുടങ്ങാതെ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം നിലവിൽ യൂട്യൂബ് ചാനല് ഞങ്ങളുടെ ഒരു ജീവിതത്തിന്റെ ഭാഗമായിട്ട് മാറിയിരിക്കുന്നത്. അതിന് മെയിൻ നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടോ, നിങ്ങളെ സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഞങ്ങൾക്ക് മുന്നോട്ട് ഓരോ കയറ്റങ്ങളും ഇങ്ങനെ ഓരോന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കയറി വരാൻ തുടങ്ങിയത്. അങ്ങനെ ഇതാണ് യൂട്യൂബ് ചാനലിന്റെ തുടക്കവും ഇപ്പോഴുള്ള പോക്കും. പിന്നെ ഫേവറേറ്റ് യൂട്യൂബർ ആരാന്ന് ചോദിച്ചിട്ടുണ്ട്. ഫേവറേറ്റ് യൂട്യൂബർ എന്ന് പറയാൻ വേണ്ടി ഞാൻ തുടക്കത്തിലേ പോകേണ്ടി വരും. എനിക്ക് ആദ്യം ഈ പറഞ്ഞ പോലെ പിള്ളേരുടെ വീഡിയോ അപ്ലോഡ് ചെയ്യുക എന്നല്ലാതെ അതിലെന്ത് ചെയ്യണം, ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നമ്മൾ ഓരോന്ന് എഴുതുകയൊക്കെ ചെയ്യുമല്ലോ, ഹാഷ്ടാഗ് ചെയ്യണതും അതിനെ പറ്റിയൊന്നും ഒരു ധാരണയില്ല. അപ്പം ഞാൻ മറ്റുള്ള യൂട്യൂബേഴ്സിനെ നോക്കിയിട്ടാണ് ഓരോ കാര്യങ്ങൾ ചെയ്തു തുടങ്ങിയത്. ഇപ്പൊ ഈ മോട്ടൈസേഷൻ വരെ, ഇപ്പൊ പ്ലേ ബട്ടൺ കിട്ടിയത് വരെയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ ഓരോ യൂട്യൂബ് ചാനലിലും നോക്കി ഇപ്പം യൂട്യൂബിന്റെ ഓരോ കാര്യങ്ങൾ, സെറ്റിങ്സ്, സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓരോ ചാനലിൽ ഓരോ വീഡിയോ ഒക്കെ ഇടുമല്ലോ. ആ വീഡിയോ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും, വലിയ ചാനലാണെങ്കിലും ചെറിയ ചാനലാണെങ്കിലും, ചിലപ്പോൾ ഈ ചെറിയ ചാനൽ അവർ നിർഭാഗ്യവശാലായിരിക്കും അവർ ഡൗൺ ആയി കിടക്കുന്നത്. അവർ ചെയ്യണ കണ്ടന്റ് ചിലപ്പോൾ നല്ലതായിരിക്കും. അപ്പം ചെറിയ ചാനലാണെങ്കിലും വലിയ ചാനലാണെങ്കിലും അതെല്ലാം നോക്കി അവർ ചെയ്യുന്ന ഓരോ വീഡിയോസ് കണ്ട് ഇങ്ങനെ ചിലപ്പോൾ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റീച്ച് കിട്ടുമായിരിക്കും, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സെക്ഷനിലോട്ട് മാറിയാൽ നമുക്ക് റീച്ച് കിട്ടുമായിരിക്കും. അങ്ങനെ ഓരോ വീഡിയോ കണ്ട് അതുകൊണ്ട് ഇന്ന ചാനൽ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആരുടെയും ഞാൻ കണ്ട ഓരോരുത്തരുടെയും വീഡിയോ എനിക്ക് ഇഷ്ടമാണ്.
ഓരോരുത്തരുടെയും ചാനൽ, അവരുടെ ഒരു ചാനലിന്റെ പുറകെ നമ്മൾ നോക്കുമ്പോൾ ഇത് ഇത്രയും കുറച്ച് വ്യൂസേ ഉള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സബ്സ്ക്രൈബർ ഉള്ള ചാനലായിരിക്കും. പക്ഷേ ഇല്ല, അതിന്റെ പുറകിൽ അവർ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കണതും അവരുടെ ആഗ്രഹവും അത് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. ഈ ചിലര് പെട്ടെന്ന് റീച്ച് ആവും, ചിലപ്പോൾ 1-2 മാസം കൊണ്ട് തന്നെ നല്ല സബ്സ്ക്രൈബറും നല്ല വ്യൂസൊക്കെ കയറിപ്പോവും. ചിലര് എത്ര ശ്രമിച്ചാലും പതുക്കെ 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 വരുള്ളൂ. ഞങ്ങൾക്ക് പതുക്കെ 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 വന്ന ആൾക്കാർ. അപ്പം ഭയങ്കര റീച്ച് ആയെന്നല്ല കേട്ടോ, ഇപ്പൊ ഈ ഒരു സ്റ്റേജ് വരെ പതുക്കെ പതുക്കെ എത്രത്തോളം പതുക്കെയാണോ അത്രത്തോളം പതുക്കെ വന്നത്. അപ്പം ക്ഷമയോടെ ചെയ്തുകൊണ്ടിരിക്കുക, ആരും മടിക്കരുത്. ഞാൻ ഇപ്പോഴും പറയണേ, യൂട്യൂബ് ചാനൽ തുടങ്ങാൻ താല്പര്യമുള്ളവർ ഉറപ്പായിട്ടും തുടങ്ങാം. ഇപ്പൊ ഇന്നല്ലെങ്കിൽ അത് നാളെ ഒരു സക്സസിലോട്ട് എത്തും, ഉറപ്പാണ്. ഫേവറേറ്റ് യൂട്യൂബർ എന്ന് ചോദിച്ചാൽ ഒരാളെയായിട്ട് പറയാനില്ല, എല്ലാരെയും ഇഷ്ടമാണ്. ഞാൻ കണ്ടിട്ടുള്ള എല്ലാരെയും നല്ല ഗുണമുള്ള വീഡിയോസ് ആണ് എന്ന് ഞാൻ പറയും. അതിന്റെ പുറകിൽ വലിയൊരു ഹാർഡ് വർക്ക് ഉണ്ട്. ഒരാളെ ആയിട്ട് ഇല്ല, എല്ലാരെയും ഇഷ്ടമാണ്, എല്ലാരെയും ഇഷ്ടമാണ്. പിന്നെ ചോദിച്ചിട്ടുണ്ട് ഫേവറേറ്റ് ആക്ട്രസ് ആരാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ ഉർവശി ചേച്ചീനെയാണ്. ഉർവശി ചേച്ചിയുടെ അഭിനയം കാണുമ്പോഴത്തേക്ക് ഇങ്ങനെ കൊതി വരും. നമ്മുടെ പഴയ സിനിമകൾ എടുത്താലും ചെറിയ നെഗറ്റീവ് ചായയുള്ള റോളുകൾ ചെയ്യാനെന്ന് പറഞ്ഞാലും കുടുംബത്തിയായിട്ട് ചെയ്യാനെന്ന് പറഞ്ഞാലും എല്ലാം അടിപൊളിയാണ്. അത് അതുപോലെ തന്നെ ഈ ഏജിൽ കിട്ടുന്ന റോളും ഇപ്പം മൂക്കുത്തി അമ്മൻ സിനിമയിലൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഫസ്റ്റ് ഇഷ്ടമുള്ള നടി ആരാന്ന് വെച്ചാൽ എനിക്ക് എപ്പോഴും മനസ്സിൽ ഉർവശി ചേച്ചിന്നേ വരുള്ളൂ. ഉർവശിനെ ഇഷ്ടമാണ്. പിന്നെ നയൻതാരനെ ഇഷ്ടമാണ്, സാമന്തേനെ ഇഷ്ടമാണ്, അങ്ങനെ കുറച്ച് പേര്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ഉർവശി ചേച്ചി. പിന്നെ കളറൊക്കെ ചോദിച്ചിട്ടുണ്ട്. കളറൊക്കെ എന്തിഷ്ടമാണെന്ന് പറയാനാ, അങ്ങനെ ഇഷ്ടമുള്ള കളറൊന്നും ഇല്ലെന്നേ, എല്ലാ കളറും ഇഷ്ടം. പിന്നെ ഇഷ്ടമുള്ള കാർ ഏതാന്ന് വെച്ചിട്ടുണ്ട്. ഇഷ്ടമുള്ള കാർ ഇപ്പൊ ഇറങ്ങണ ഓരോ കാറ്, ഇപ്പൊ നമ്മ വഴി കൂടി പോകുമ്പോഴത്തേക്ക് ഓരോ കാർ കാണുമ്പോഴേ ആ കാർ കൊള്ളാം, ഈ കാർ കൊള്ളാം എന്ന് തോന്നും. എന്നാലും ഇഷ്ടമുള്ള കാർ ആദ്യം ചോദിക്കുമ്പോൾ എനിക്ക് മനസ്സിൽ വരുന്നത് അംബാസഡർ കാറാണേ. അംബാസഡർ കാർ പണ്ട് മുതലേ, ഞാൻ ജനിച്ച സമയം തൊട്ടേ, എൻ്റെ അപ്പൻ ഡ്രൈവറാണല്ലോ, ടാക്സി ഡ്രൈവറാ. അപ്പൊ ആ സമയം തൊട്ടേ വീട്ടിൽ കാറുണ്ട്, അംബാസഡർ കാറുണ്ട്. പിന്നെ ഓരോ സമയം ആദ്യം എനിക്ക് ഓർമ്മ വയ്ക്കുമ്പോൾ ഒരു ബ്ലാക്ക് കളർ കാറായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് വൈറ്റ് ആയി. ഇപ്പോഴും ഓർമ്മയുള്ളത് KRT 7210 കുറേ വർഷം കാർ. അത് കഴിഞ്ഞിട്ട് വേറൊരു അംബാസഡർ കാറായി. അപ്പൊ ആ അംബാസഡർ കാറിൽ പണ്ട് സമയത്ത് ഇപ്പോഴത്തത് പോലെ ഭയങ്കര സ്ട്രിക്റ്റ് ഒന്നും ഇല്ലല്ലോ റോഡിലോട്ട് പോകാനൊക്കെ. അപ്പൊ അച്ഛൻ ഓടിക്കുമ്പോഴത്തേക്കും ഞങ്ങൾ ഫാമിലി ആയിട്ട് പോകുമ്പോ എന്നെ അച്ഛന്റെ മടിയിലിരുത്തി പതുക്കെ സ്റ്റിയറിങ് പിടിച്ച് കാറിൽ ഡ്രൈവിംഗ് പരമായിട്ടുള്ള സംഭവങ്ങൾ ഞാൻ ആദ്യം ചെയ്തു പഠിക്കുന്നത് അംബാസഡർ കാറിലാണ്. അപ്പൊ ഇഷ്ടമുള്ള കാർ എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം എനിക്ക് അംബാസഡർ കാറാ ഓർമ്മ വരും. പിന്നെ അല്ലാണ്ട് ഇപ്പോഴിറങ്ങുന്ന കാറുകളിൽ ഇഷ്ടമുള്ളത് എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാറില്ല, അവക സംഭവങ്ങൾ ശ്രദ്ധിക്കാറില്ല. ഇങ്ങനെ ഭംഗിയാ നോക്കാറ്. റോഡിൽ കൂടി പോകുമ്പോഴത്തേക്ക് ആ കാർ കൊള്ളാല്ല, അതേതാ ചാച്ചി എന്ന് ചാച്ചിനോട് ചോദിക്കും. പക്ഷേ മനസ്സിൽ എപ്പോഴും നമ്മുടെ പണ്ട് വീട്ടിലുണ്ടായിരുന്ന അംബാസഡർ കാർ, പ്രത്യേകിച്ച് KRT 7210 ഇഷ്ടം. പിന്നെ ചോദിച്ചിട്ടുണ്ടേ ഹോബി. ഹോബി എൻ്റെ മെയിൻ ഹോബി, എൻ്റെ ഓർമ്മ വെച്ച സമയം തൊട്ടുള്ള എൻ്റെ മെയിൻ ഹോബി എന്ന് പറഞ്ഞാൽ, ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നത് രാത്രിയും നല്ലോണം കിടന്നുറങ്ങും. രാവിലെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് എത്രത്തോളം കിടന്നുറങ്ങാൻ പറ്റും അത്രത്തോളം കിടന്നു. അത് കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാറ്റം ഉണ്ടായില്ല. പിള്ളേർ വന്നിട്ട് എന്തുണ്ടോ ടുട്ടും കിങ്ങിണിയും വലിയ കരച്ചിലും ബഹളവും ഒന്നും ഇല്ലാത്ത രണ്ടുപേരായിരുന്നു. അതുകൊണ്ട് ആ സമയത്ത് അവരുറങ്ങുമ്പോൾ ഞാനും കിടന്നുറങ്ങും. രാവിലെ ജോലിയൊക്കെ തീർത്തിട്ട് കിടന്നുറങ്ങുക. ഇവര് സ്കൂളിൽ പോയി തുടങ്ങിയ സമയത്ത് ഇവരെ നേരത്തെ സ്കൂളിൽ പറഞ്ഞു വിട്ടിട്ട് ജോലിയെല്ലാം നേരത്തെ ഒതുങ്ങുമല്ലോ, ഇവര് സ്കൂളിൽ പോണതുകൊണ്ട്. ചാച്ചി രാവിലെ വണ്ടി ഓടിക്കാനായിട്ടും പോകും. പിന്നെയും കിടന്നുറങ്ങുക. ഉറങ്ങി ഒരു 3 മണിയൊക്കെ ആകുമ്പോൾ എണീക്കും. അവര് വരാറാവുമ്പോൾ 4-4:30 ആകുമ്പം പിള്ളേരെത്തുമല്ല. അപ്പൊ അതിനു മുമ്പ് എണീക്കും, ചോറ് കഴിക്കും, ഇരിക്കും. അപ്പൊ എത്രയും പെട്ടെന്ന് ജോലി തീർത്ത് എത്രത്തോളം കിടന്നുറങ്ങാൻ പറ്റും അത്രത്തോളം കിടന്നുറങ്ങായിരുന്നു നേരത്തെ. ഇപ്പൊ പിന്നെ നമ്മൾ യൂട്യൂബ് സീരിയസ് ആയി കണ്ടു തുടങ്ങി കഴിഞ്ഞ പിന്നെ എത്ര പെട്ടെന്ന് ജോലി തീർത്തിട്ട് വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്ത് വെക്കുക, അപ്ലോഡ് ചെയ്യുക, കമന്റ് നോക്കുക, റിപ്ലൈ കൊടുക്കുക, അതിങ്ങനെ ആസ്വദിച്ച് അത് തന്നെ ഫുൾ ടൈം അത് തന്നെ. അപ്പൊ ചാച്ചി എൻ്റെ അടുത്ത് പറയുന്നത്, കുറച്ചു നേരമെങ്കിലും ആ ഫോണ് താഴെ വെക്കുക. അപ്പൊ ഞാൻ പറയും, ഞാൻ വീഡിയോ നോക്കുക, എഡിറ്റ് ചെയ്യുക, കമന്റ് നോക്കുക. ഇപ്പൊ നിലവിലെ ഹോബി ഇത് തന്നെ, വീഡിയോസ് എടുക്കുക, എഡിറ്റ് ചെയ്യുക, അപ്ലോഡ് ചെയ്യുക, നിങ്ങളുടെ കമന്റ് നോക്കുക, ഇതൊക്കെ തന്നെ. പിന്നെ എൻ്റെ PSC പ്രിപ്പറേഷനെ പറ്റി ചോദിച്ചിട്ടുണ്ട്. PSC ഒരു സമയത്ത് എനിക്ക് ഒരു 2-3 വർഷം മുമ്പ് വരെ ഭയങ്കര സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ടിരുന്ന സംഭവം. PSC കോച്ചിങ്ങിനായിട്ട് പോയിട്ടില്ല,
ഗൈഡുകൾ, ബുക്കുകളൊക്കെ വാങ്ങിച്ച് വീട്ടിൽ വെച്ചിരുന്ന് തന്നെ പഠിക്കും. ഈ ഓരോ ഒഴിവ് വരുമ്പോഴും ഞാൻ ഭയങ്കര ആത്മാർത്ഥതയോടെ ഇരുന്ന് പഠിക്കും. പകുതി ആകുമ്പോഴത്തേക്കും തളരും. ഞാൻ എക്സാം ഒക്കെ കുറെയൊക്കെ എഴുതി, 3-4 റാങ്ക് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു. പക്ഷെ നന്നായിട്ട് പഠിച്ചെഴുതിയിരുന്നെങ്കിൽ മഴയായി. നന്നായിട്ട് പഠിച്ചെഴുതിയാൽ നമുക്ക് മുന്നോട്ടുള്ള റാങ്കിലോട്ട് വരാം. അപ്പൊ ഞാൻ ഒരു 50% പഠിച്ചിട്ട് പോവും, അതുപോലെ എനിക്ക് മാർക്ക് കിട്ടും. 3-4 റാങ്ക് ലിസ്റ്റിലുണ്ടായിരുന്നു. അപ്പൊ പ്രതീക്ഷിക്കും, റാങ്ക് ലിസ്റ്റിൽ വരുമ്പോഴത്തേക്കും ബാക്കിലാണെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കും, ഓ കിട്ടുമായിരിക്കും. അപ്പൊ അതുപോലെ ഒരു 3 വർഷം നോക്കിയിരിക്കും, കിട്ടൂല. പിന്നെ എഴുതും, പിന്നെ കുറെ വർഷം എഴുതിട്ടാ. ടുട്ടുവിനെ പ്രസവിച്ച് കഴിഞ്ഞപ്പോ തൊട്ടാണ് ഞാൻ എഴുതാൻ തുടങ്ങിയത്. അപ്പൊ തൊട്ട് എഴുതുമായിരുന്നു. എന്നിട്ട് ഇപ്പൊ നിലവില് ഫുൾ യൂട്യൂബിന്റെ പുറകെയാണ്. ഇപ്പം PSC മാറ്റി വെച്ചിരിക്കുകയാണ്. ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് കണ്ട സമയത്ത് വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങിയത്. ഇതിന് വേണ്ടിയിട്ട് വേറെ സെപ്പറേറ്റ് ചാനലും തുടങ്ങി. പിന്നെ അതെല്ലാം സ്റ്റോപ്പ് ആയി. ഇനി എന്റെ ഡ്രീം ചോദിച്ചിട്ടുണ്ട്. എന്റെ ഡ്രീം ആയിട്ടില്ല, ഞങ്ങളെ 4 പേരുടെയും ഡ്രീമാണ്. ഞങ്ങൾക്ക് എല്ലാരെയും പോലെ സ്വന്തമായിട്ടൊരു വീട്, ഭയങ്കര ആഗ്രഹമാണ്. സ്വന്തമായിട്ടൊരു വീട് വേണമെന്ന്. ചെറുതാണെങ്കിലും വലുതാണെങ്കിലും കുഴപ്പമില്ല, സ്വന്തമായിട്ടൊരു വീട്. പിന്നെ അല്ലറ ചില്ലറ കടങ്ങളുണ്ട്, അപ്പം അതൊന്ന് തീർക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ മെയിൻ എനിക്ക് ഭയങ്കര, എനിക്ക് മാത്രമല്ല, എനിക്കും ചാച്ചിക്കും തന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം ഓക്കെ ആയി അവരെ രണ്ടുപേരെയും ഒരു ഇൻഡിപെൻഡന്റ് ആയിട്ട് ഉള്ളൊരു സ്റ്റേജിൽ എത്തിക്കണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ഇത്ര വർഷമായിട്ട് എൻ്റെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ചാച്ചിയുടെ വീട്ടിലുള്ളവർക്കാണെങ്കിലും ഇപ്പം ഞങ്ങളെ അപ്പനും അമ്മയ്ക്കൊക്കെ ഒന്നും ചെയ്തു കൊടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ അവർക്ക് എന്തെങ്കിലും ഒരു നമ്മള് മക്കള് ചെയ്തു കൊടുക്കുമ്പോൾ ഒരു സന്തോഷം ഉണ്ടല്ലോ, അവർക്കായിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രിപ്പ് പോകണം. കുറച്ച് ഞങ്ങൾ അധികം അങ്ങനെ ദൂരോട്ടൊന്നും പോയിട്ടില്ല. കേരളത്തിലെ കുറച്ച് സ്ഥലങ്ങളൊക്കെ അങ്ങനെ പോയിട്ടുള്ളൂ. അത് 1 ഡേ ട്രിപ്പ്, രാവിലെ പോയിട്ട് വൈകുന്നേരം വരിക, എങ്ങും സ്റ്റേ ചെയ്ത് അങ്ങനെയുള്ള ട്രിപ്പിനൊന്നും പോയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് ഇങ്ങനെ ലോങ് ട്രിപ്പ് പോകണം, 2-3 ദിവസത്തെ ട്രിപ്പ് പോകണം, അങ്ങനെ ഒരാഗ്രഹമുണ്ട്. അപ്പൊ അത്രയൊക്കെ ഉള്ളൂ ഞങ്ങളുടെ 4 പേരുടെ ആയിട്ടുള്ള സ്വപ്നങ്ങൾ. എന്നെ വീഡിയോ എടുക്കാൻ എത്ര പേര് സഹായിക്കുന്നു വെച്ചാ, വീഡിയോയുടെ ഭൂരിഭാഗം എടുക്കുന്നത് ഞാൻ തന്നെയാണ്. ഞാൻ ക്യാമറ വെക്കാൻ വേണ്ടി നമുക്ക് സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഫോൺ അതിൽ വെക്കും, ഞാൻ തന്നെ എടുക്കും. എല്ലാവരും നമ്മൾ മിക്കവാറും വീഡിയോസ് ചെയ്യണ എല്ലാവരും, അതായത് ഗ്രൂപ്പായിട്ട് ചെയ്യണവരല്ല, ഒറ്റയ്ക്ക് ചെയ്യണവരെല്ലാവരും അവരവർ തന്നെ ആയിരിക്കും ചെയ്യണത്. പിന്നെ മക്കളുള്ള സമയത്ത് ഇപ്പൊ നമ്മൾ റോഡിലോട്ടൊക്കെ ഇറങ്ങി ചെയ്യാനുള്ള വണ്ടിയൊക്കെ വരുമല്ലോ, അപ്പൊ ആ സമയത്ത് അവർ രണ്ടുപേരും സഹായിക്കും. മക്കളില്ലാത്ത സമയത്ത് നമുക്കൊരു ആള് വേണം എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ ചാച്ചിയെ സഹായിക്കും. ഏറ്റവും കൂടുതൽ ചെയ്യണത് ഞാൻ തന്നെയാണ്. അപ്പൊ എന്നെ കുറിച്ച് ഏറെക്കുറെ ഒരു ധാരണ കിട്ടിയെന്ന് തോന്നുന്നു. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ടോ. ഞാനാണെങ്കിൽ ഇങ്ങനെ കമന്റ് ഞങ്ങളിങ്ങനെ വായിക്കുമ്പോഴത്തേക്ക് എന്നോട് ചോദിക്കും, ചാച്ചി വന്നിട്ട് ചോദിക്കും, നിന്റെ വീഡിയോസിന് ഇത്രയും ആൾക്കാർ കമന്റ് ചെയ്യുന്നുണ്ടല്ലോ, നമ്മളെ വീഡിയോസ് ഇങ്ങനെ കാണുന്നുണ്ടല്ലോ, ഒരിക്കലും ഇപ്പൊ ഇങ്ങനെ നടക്കണേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും ലൈഫിൽ ഇങ്ങനെ നമ്മളിങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ട് എങ്ങനെ വന്നിരുന്നെങ്കിൽ. ഞാൻ അങ്ങനെ ഭയങ്കര ഒരു ഇതിലായി എന്നല്ല, പക്ഷെ ഞാൻ ഈ ഒരു നിലനിൽപ്പില്ല, അത് ഭയങ്കരമായിട്ട് സന്തോഷമാണ്. എനിക്ക് സ്ഥിരം കമന്റ് അയക്കുന്ന കുറെ പേരുണ്ട്. അപ്പൊ ഞാൻ വിചാരിക്കും, എന്റെ വീഡിയോ നോക്കി ഇരുന്നിട്ടല്ലേ അവർ കണ്ടിട്ട് സ്ഥിരം കമന്റ് ഇടുന്നുണ്ടല്ലോ, ഞാൻ പറ്റാവുന്നവർക്ക് എല്ലാവർക്കും കമന്റ് കൊടുക്കട്ടെ. ചില ദിവസങ്ങളിൽ ഞാൻ ചിലപ്പോൾ പുറത്തു പോകും, നാട്ടിൽ പോകും, അങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ ആണ് എല്ലാവർക്കും കമന്റ് കൊടുക്കാൻ പറ്റാണ്ടിരിക്കുന്നത്. അല്ലാതെ ഞാൻ പറ്റാവുന്നവർക്ക് എല്ലാം കമന്റ് കൊടുക്കും. എന്നാലും നിങ്ങളെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷം. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കുട്ടികളാണെന്ന് തോന്നുന്നുണ്ട് വീഡിയോസിന്. എനിക്ക് കമന്റ് നോക്കുമ്പം വലിയവരും ഉണ്ട്, പക്ഷെ കുട്ടികൾ കുറച്ചുകൂടി സപ്പോർട്ടാണെന്ന് തോന്നുന്നുണ്ട്. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ഈ സപ്പോർട്ട് ഇങ്ങനെ തന്നെ പോണം. അതുപോലെ നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ നമ്മളൊന്നുമല്ല. ഞാനെന്നല്ല, ഓരോ യൂട്യൂബേഴ്സും, അത് എത്ര മില്യൺ ആണെന്ന് പറഞ്ഞാലും എത്ര കുഞ്ഞു ചാനലാണെന്ന് പറഞ്ഞാലും നിങ്ങൾ കാണുന്നവരുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഒന്നുമല്ല ഈ ഒരു ഫീൽഡിൽ നിൽക്കുമ്പോൾ. പിന്നെ ചോദിച്ചിട്ടുണ്ട്, അത് മറന്നുപോയി, ഗീവ് അവേ ചോദിച്ചിട്ടുണ്ട്. ഗീവ് അവേ ഞാനത് നിങ്ങൾക്ക് തരണേ. അപ്പം നമുക്ക് വലിയ ഗിഫ്റ്റ് ഒന്നും വാങ്ങിച്ച് തരാനുള്ളൊരു സാഹചര്യം ആയിട്ടില്ല. അപ്പൊ എനിക്ക് ഈ നമ്മളെ മേക്കപ്പ് പ്രോഡക്റ്റിനോടൊന്നും വലിയ താല്പര്യമില്ല ഗിഫ്റ്റ് ചെയ്യാൻ.
ഇപ്പൊ ഞാൻ വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഇച്ചിരി ലിപ്സ്റ്റിക് ഇച്ചിരി ബ്രൈറ്റ് ആയിട്ടിരിക്കട്ടെ എന്നോർത്ത് അത് ഇങ്ങനെ യൂസ് ചെയ്യണതല്ലാതെ അപ്പൊ എന്റെ മനസ്സിൽ ഡ്രസ്സ് കൊടുക്കാന്നുള്ളതാണ്. അപ്പം നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും ഒരു ഇത് തന്നാ നന്നായിരിക്കുമെന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളൊന്ന് കമന്റ് ചെയ്യണേ. അപ്പൊ ആ കമന്റ് ചെയ്യണേൽ ഞങ്ങൾക്ക് തരാൻ പറ്റണത് ഞങ്ങൾ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ട് ഗിവ് അവേ നടത്തി സെലക്ട് ചെയ്ത് തരാം. അപ്പൊ അത് മറന്നു പോകരുത്. അപ്പൊ നിങ്ങളത് കമന്റ് ചെയ്യണം. അപ്പൊ ആ അഭിപ്രായം നിങ്ങൾക്ക് വിട്ടിരിക്കുക. എന്റെ മനസ്സിൽ അല്ലെങ്കിൽ ഞാനും ചാച്ചിയും കൂടി സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് നല്ലതാണെന്ന് തോന്നിയത് ഡ്രസ്സാണ് തോന്നിയത്. അപ്പൊ നിങ്ങൾക്ക് അതാണോ നല്ലത്? ഏ ഇപ്പൊ കുട്ടികളാണെങ്കിൽ അത് നമുക്ക് അറിഞ്ഞിരിക്കണമല്ലോ, അവര് എന്താണ് ആഗ്രഹിക്കണെന്നുള്ളത്. അപ്പം നിങ്ങൾ ഈ വീഡിയോ കണ്ടിട്ട് ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക, ഇത് കൊടുത്താൽ നന്നായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് അതിൽ നിങ്ങൾ പറയുന്നതിൽ ഞങ്ങൾക്ക് പറ്റാവുന്നത് ഞങ്ങൾ സെലക്ട് ചെയ്തിട്ട് അടുത്തൊരു വീഡിയോ ചെയ്യാം. അപ്പൊ അതിലറിയിക്കാം ഗിവ് അവേ എങ്ങനെയാണ്, എന്നാണ്, എന്ത് കൊടുക്കും എന്നുള്ളത്. അപ്പൊ അത് മറക്കാതെ നിങ്ങൾ ഇതിൽ കമന്റ് ചെയ്യണം. അപ്പൊ എന്നെ പറ്റിയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ Q&A പോസ്റ്റ് ഇടണമെന്നില്ല, നിങ്ങൾ ഇനി കമന്റിൽ ചോദിച്ചാലും മതി. ഞാൻ അതെല്ലാം കൂടി ഉൾപ്പെടുത്തി ഒന്നീ കമന്റിൽ തന്നെ റിപ്ലൈ തരാം, അല്ലെങ്കിൽ വേറൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സപ്പോർട്ട് ചെയ്യണം, എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് നിങ്ങളെ ആരെയും ഞങ്ങൾ മറക്കൂല. ഈ പറയണ പോലെ ഞങ്ങൾക്ക് കഴിയണതിനനുസരിച്ച് ഇപ്പം കുഞ്ഞു കുഞ്ഞു സമ്മാനം കൊടുക്കാൻ പറ്റുമെങ്കിൽ കുറച്ചുകൂടെ കഴിയുമ്പം കുറച്ചുകൂടി വലുതാക്കി ഞങ്ങളെ ഒപ്പം നിൽക്കുന്നവരെ ഞങ്ങളും കൂടെ കൂട്ടും. അപ്പം ഭയങ്കര നന്ദിയാണ് പറയാനുള്ളത് ഇതുവരെ കൂടെ നിന്നതിന്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഞാൻ ആദ്യം വിചാരിക്കുമായിരുന്നു വെറുതെ വീട്ടിലിരിക്കണാണല്ലോ, ചാച്ചി ജോലിക്ക് പോണു, പിള്ളേര് പഠിക്കാൻ പോയി കഴിഞ്ഞിട്ട് സമയം ഇത്രയും വെറുതെ ഇരിക്കണാണല്ലോ. അപ്പൊ എല്ലാരും വെറുതെ ഇരിക്കുമ്പോ വിചാരിക്കും, നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പൊ ഇങ്ങനെ ആലോചിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ട് വരും. എനിക്ക് പറ്റിയല്ലോ, എന്തെങ്കിലും ചെറുതായിട്ടെങ്കിലും ചെയ്യാൻ പറ്റിയല്ലോ. അപ്പൊ ഭയങ്കര സന്തോഷമാണ്. സപ്പോർട്ട് ഉണ്ടാവണം. ഓക്കെ, എല്ലാ വീഡിയോസും കാണണം, അഭിപ്രായം പറയണം, കമന്റ് ഇടണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ശരിയോ? ബൈ, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ.